വയനാട് പോകുമ്പോൾ എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടുള്ള യാത്രയാണത്. വയനാട് വൈത്തിരിയിലെ പൂക്കോട് ട്രൈബൽ വില്ലേജ് റീക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്. ആദ്യം കാറിൽ ഈ മലയുടെ പകുതി എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് അറിഞ്ഞത് താഴെ വന്ന് ടിക്കറ്റ് എടുത്ത് അവരുടെ ജീപ്പിൽ അങ്ങോട്ട് പോകണം. സത്യം പറഞ്ഞാൽ അവർ ജീപ്പിൽ പോകാൻ നല്ലത് കേട്ടോ. ടാറും കോൺക്രീറ്റൊക്കെ ഇട്ട് ഈ ചെറിയ റോഡിലൂടെ അവർക്ക് തന്നെ ഓടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നൂരിലെത്തി. സംഭവം കിടിലൻ കേട്ടോ. എന്താണ്, ഒരു രക്ഷയില്ല. കാഴ്ചകൾ കാണാൻ കണ്ട് കയറി വരുന്നേ വേണം. പച്ചപ്പുല്ലിൽ പുതച്ച് നിൽക്കുന്ന മലനിരകൾ, അങ്ങനെയൊക്കെ പറയാം. ഇതാണ് നമ്മൾ വന്ന വഴി. അയ്യോ, ഇതിലൂടെയൊക്കെ വന്നത്. ഇവിടെയൊക്കെ ഞാൻ കാലിൽ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടേന്ന്. ഇതാണ് റീക്രിയേറ്റ് ചെയ്ത കുടിലുകൾ. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഈ കാഴ്ചകൾ കാണാൻ. താഴെ ടിക്കറ്റ് എടുത്തിട്ട് ജീപ്പിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ കൂട്ടം തന്നെ അത്യാവശ്യമുണ്ട്. ഇതിപ്പോ എന്താ ഉണ്ടാക്കുന്നത്? ഇതിപ്പോ എന്താണ്? കട്ട് ചെയ്യും. ആ സാധനം കുറച്ച് മാത്രം വരും. ഇതിനെങ്ങനെ ഫ്രൂട്ട്സിനൊക്കെ വെക്കാനുള്ള നല്ല പണ്ട് കാലത്ത് ഇങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല. സീലിംഗ് ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഇപ്പോൾ മുളേൻ്റെ ഇത് വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മേലെ പുല്ല് നല്ല കണ്ടീഷനൊക്കെ കത്തിയിട്ട് വൈക്കോല് മാത്രം. മൺകാലത്തിലാണ് നമ്മൾ മൺകാല അല്ലേ? കിച്ചൺ എങ്ങനെയാവും? ഇത് വിറക് വെക്കാനോ അത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക കുടംപുളിയൊക്കെ ഉണക്കാനാണ്. അതിന്റെ മുകളില് ഈ കുടംപുളി പുകയോട് കൂടി ഉണങ്ങണ്ടേ, അങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നത്. അത് ചട്ടുക വേറെ പല ഷേപ്പ് ഉണ്ട് അല്ലേ? ഇതെന്താണ്? അത് നേരം തൊട്ടിലൊക്കെ ഇത് തൊട്ടിലല്ലേ? ആ തൊട്ടില് അന്നേരം ഇങ്ങടി അടിവശം അടിച്ച് ലെവൽ ചെയ്യുന്ന സാധനം. ഇത് ക്യാമ്പ് ഫയർ അല്ലേ? പണ്ട് ഞാനെന്റെ കട്ടില് ഇത് ചൂടില്ല. വലുതെടുക്കാം. കപ്പ, ചേമ്പ്, പച്ചക്കായ, ചമ്മന്തി. 12 പീസ് ഉണ്ട്, 50 രൂപ. ചൂടുള്ള കപ്പയാണ്. ചൂട് കപ്പ. അപ്പോൾ ഇതൊക്കെയാണ് എന്നൂരിലെ വിശേഷങ്ങൾ. അപ്പോൾ വയനാടൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് കയറിക്കോളി ആ കുന്നമ്പുറത്ത്.